ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ബേബീസ് ഡേ ഔട്ട്. അപ്പോൾ എൻ്റെ പേര് സ്മൃതി. എൻ്റെ വീഡിയോയും ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെയാണ് നിൽക്കണമെന്നുള്ളത്. അതെ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയൊന്നും പറ്റില്ല. അപ്പോൾ അതിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തൊട്ടടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ മണ്ഡപങ്ങളുണ്ട്. കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് താലികെട്ട്, ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് താലി കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ദിവസവും കുറേ കല്യാണങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണത്. ഞങ്ങളുടെ തൊഴലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പിന്നിലായിട്ട് ഒരു ഗണപതിൻ്റെ അമ്പലം കൂടി ഉണ്ട്. അവിടെ കൂടി നമ്മൾ തൊഴുതിട്ടാണ് പോകാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും പാർത്ഥസാരഥിയും കൂടി പോയി തൊഴണം എന്നാണ് പറയുക. ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മ്യൂസിയം കൂടി ഉണ്ട്. അത് ഫ്രീ ആണ് കേട്ടോ എൻട്രി. അപ്പോൾ ഗുരുവായൂർ പോണ സമയത്ത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതും കൂടി കയറി കാണുക. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. കൊമ്പുള്ള തേങ്ങ, ആനയുടെ പല്ല്, കൊമ്പ്, പിന്നെ ഗുരുവായൂരപ്പൻ്റെ പല ഫോട്ടോസ്, പിന്നെ കൃഷ്ണനാട്ടത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഐതിഹ്യപരമായിട്ടുള്ള കുറേ കഥകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ കയറാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറി കാണുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നമ്മൾ വന്നാൽ തന്നെ ആകെ കൃഷ്ണമയാണ്. നമ്മൾ എവിടെ നോക്കിയാലും കൃഷ്ണ വിഗ്രഹങ്ങളും കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഫോട്ടോസ് ആയാലും വീട് ഡെക്കറേറ്റ് ചെയ്യണ കാര്യങ്ങളായാലും എല്ലാം കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ കണ്ണനെ എന്തെങ്കിലും ഒരു ടോയ് വാങ്ങാൻ വെച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടാണ്. അപ്പോൾ ഇത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഓടക്കുഴൽ, ഉറിയടി, നെറ്റിപ്പട്ടം, അങ്ങനെ വീട് അലങ്കരിക്കാനായിട്ട് നമുക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. ഒപ്പം കുട്ടികളുടെ ടോയ്സ് ഉണ്ടായിരിക്കും, പിന്നെ ലേഡീസ് ആക്സസറീസ് ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ണന് അവിടെ നിന്നൊരു ഗിറ്റാർ വാങ്ങി. ഗിറ്റാറിൽ നിറയെ സ്വിച്ച് ഉണ്ട്. സ്വിച്ചുകൾ ഞെക്കുമ്പോൾ മ്യൂസിക് വരുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് നിൽക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഓരോ സ്വിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്റ്റീഫൻ ദേവസി ആയിട്ടുള്ള നടപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പല നടക്കിൽ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ പോയത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡീസ് ആക്സസറീസ് കിട്ടുന്ന ഒരു കടയുണ്ട്. പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, തമിഴൻ്റെ കട എന്നാണ് പറയാം. പക്ഷേ ഈ തമിഴൻ്റെ കടയിൽ അതായത് പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് കോസ്മെറ്റിക്സ് ആയാലും അതുപോലെ തന്നെ വള, മാല, കമ്മൽ, പിന്നെ എന്തൊക്കെ വേണം. ഇപ്പോൾ മുടിമ ഇടുന്ന ക്ലിപ്പുകൾ, പല ടൈപ്പ് വെറൈറ്റി ക്ലിപ്പുകൾ, ചീർപ്പ്, പൊട്ട്, അങ്ങനെ എല്ലാം പെൺകുട്ടികൾക്ക് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടികളുടെ ഒരു ഹെവനാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, പല റേഞ്ചിലുണ്ട്. ഏറ്റവും വില കുറവ്, അതായത് 5 രൂപ തൊട്ടിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾ ചിന്തിച്ചോളൂ കേട്ടോ. ഏറ്റവും വില കൂടിയ ഐറ്റംസും അവിടെ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി എപ്പോഴും ലേഡീസ് ആക്സസറീസ് മേടിക്കാൻ പറ്റിയ ഒരു കടയാണ്. അപ്പം നിങ്ങൾ ഇനി ഗുരുവായൂർ പോകുമ്പോൾ ഈ ഷോപ്പ് ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അത് കിഴക്കേ നടയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ കടയുള്ളത്. ആദ്യം അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തായിരുന്നു, ഇപ്പോൾ അവരത് മാറ്റിയതാണ്. അപ്പോൾ ഞങ്ങൾ ചെറുവക ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ഓടി കളിച്ചിരുന്നൊരു സ്ഥലത്ത് വീണ്ടും എത്തിപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്, ഒപ്പം വിഷമമുണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഗുരുവായൂരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് നേരമെങ്കിലും ഗുരുവായൂരപ്പനെ കാണാനും തൊഴാനും നമുക്ക് അവിടെ നിൽക്കാനും സാധിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഏകദേശം തീരാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.